ദൈവ തിരുനാമത്തിന് മഹത്വം അർപ്പിക്കുന്നു. വളരെയേറെ പോരാട്ടം നിറഞ്ഞ ഈ ലോക ജീവിതത്തിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെട്ടുകൊണ്ട് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ച് വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ദൈവവചനപ്രകാരം ജീവിക്കുവാൻ നമ്മെ എല്ലാവരെയും കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നു. നാം കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം തീർച്ചയായും ആ ചിന്തകളിലേക്ക് നമ്മുടെ മനസ്സിനെ നയിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം 12-ാമത്തെ വചനം നമുക്ക് ധ്യാനിക്കാം. സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. ഇന്നുവരെ പൗലോസ് അറിയിക്കുവാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യം ഇപ്പോൾ സഭയെ അറിയിക്കുകയാണ്. അല്ലെങ്കിൽ ഫിലിപ്പിയ സഭ ഇതുവരെ അറിയാത്ത ഒരു കാര്യമാണ് പൗലോസ് അവരെ അറിയിക്കുന്നത്. ആ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, പൗലോസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം നന്മയ്ക്കായി തീർന്നു, സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി, ദൈവരാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്ക് ദൈവം അതിനെ മുഖാന്തരമാക്കി എന്നുള്ള വസ്തുതയാണ്. പൗലോസിനെ കണ്ടുമുട്ടുന്നവരും പൗലോസിനെ അറിയുന്നവരും ചിലപ്പോഴെങ്കിലും അവരുടെ മനസ്സിൽ ചിന്തിച്ചു പോയിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ ദാസനായ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ഒരുപാട് ദൈവകൃപ അനുഭവിക്കുന്ന പൗലോസിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. പൗലോസും ഒരിക്കലും ഇങ്ങനെയൊക്കെ തൻ്റെ ജീവിതത്തിൽ സംഭവിക്കും എന്ന് വിചാരിച്ചിട്ടില്ല. താൻ ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളാണ് പൗലോസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നത്. ഒരിക്കലും താൻ ആഗ്രഹിച്ച കാര്യങ്ങളെക്കാൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് തൻ്റെ ജീവിതത്തിൽ നടന്നത്. നമ്മുടെ ജീവിതത്തിലും അങ്ങനെ തന്നെ ആയിരിക്കാം. നാം ആഗ്രഹിക്കുന്നത് പോലെയാണോ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ലല്ലോ. നാം ചിന്തിക്കുന്നത് പോലെയും പദ്ധതിയിടുന്നത് പോലെയും പ്ലാൻ ചെയ്യുന്നത് പോലെയും ഒന്നുമല്ല കാര്യങ്ങൾ നടക്കുന്നത്. ദൈവത്തിൻ്റെ പദ്ധതിയും പ്ലാനുമാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. യഹോവയുടെ ആലോചന നിവൃത്തിയാകും എന്നാണല്ലോ ദൈവത്തിൻ്റെ വചനത്തിലുള്ളത്. പൗലോസിന് സംഭവിച്ചത് ആഗ്രഹിക്കാത്ത കാര്യങ്ങളായിരുന്നെങ്കിലും അത് ദൈവം തൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് കാരണമാക്കി തീർത്തു. എത്രയോ സംഭവങ്ങളാണ് പൗലോസിൻ്റെ ജീവിതത്തെ സംഭവിച്ചിട്ടുള്ളത്. പൗലോസ് ഈ വാക്കുകൾ എഴുതുമ്പോൾ തൻ്റെ ഓർമ്മകൾ തൻ്റെ പഴയ ജീവിതത്തിലേക്ക്, കർത്താവിനെ അറിഞ്ഞതിന് ശേഷമുള്ള തൻ്റെ അനുഭവങ്ങളിലേക്ക് താൻ തിരിച്ചുവിടുകയാണ്. 3 ദിവസം അന്ധനെ പോലെ താൻ കഴിഞ്ഞതും അനന്യാസ് വന്ന് പ്രാർത്ഥിക്കുന്നതും ഒന്നും താൻ ആഗ്രഹിച്ച കാര്യങ്ങളല്ല. പരസഹായം കൂടാതെ അന്ധകാരത്താൽ മൂടപ്പെട്ട ചില ദിവസങ്ങൾ, പുറത്തിറങ്ങുവാൻ കഴിയാതെ ഒതുക്കപ്പെട്ടു പോയതായ ചില അനുഭവങ്ങൾ, ഇതെല്ലാം പൗലോസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. ഒരിക്കലും അങ്ങനെ സംഭവിക്കുമെന്ന് താൻ ചിന്തിച്ചതേയല്ല. എന്നാൽ ആ സംഭവിച്ചതുപോലും ദൈവം പൗലോസിൻ്റെ ജീവിതത്തിലും സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്കും കാരണമാക്കി തീർത്തു. കാരാഗ്രഹത്തിൽ താൻ കിടക്കും എന്നും അടിയേൽക്കുമെന്നും ഉപദ്രവിക്കപ്പെടുമെന്നും ഒരിക്കലും പൗലോസ് ചിന്തിച്ചിരുന്നില്ല. മക്കദോന്യ ദർശനം എന്നറിയപ്പെടുന്ന ഒരു വിശേഷ ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ പൗലോസ് ഫിലിപ്പിയ പട്ടണത്തിൽ എത്തിച്ചേർന്നത്. അവിടെ താൻ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് തൻ്റെ ജീവിതത്തിന് മുമ്പിൽ അരങ്ങേറുന്നത്. ചെയ്യാത്ത കുറ്റത്തിനു വേണ്ടി താൻ ജയിലിൽ പോകുന്നു. സംഭവിച്ചത് ആഗ്രഹിക്കാത്ത കാര്യമാണ്. എന്നാൽ ഒരു ജയിൽ സൂപ്രണ്ടിൻ്റെ മാനസാന്തരത്തിനും ഫിലിപ്പിയ സഭയുടെ വളർച്ചയ്ക്കും ദൈവം പൗലോസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതിനെ തീർക്കുന്നു എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകുന്ന വലിയ സന്ദേശം എന്ന് പറയുന്നത്. ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളും പലരുടെയും ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു എന്ന് പലരും പല പ്രാവശ്യം ദൈവത്തോട് ചോദിച്ചു കാണും. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഉറപ്പായും മനസ്സിനകത്തുണ്ടാകേണ്ട ഒരു ബോധ്യമാണ്, എനിക്ക് സംഭവിക്കുന്നത് എല്ലാം ദൈവം തൻ്റെ മഹത്വത്തിനായിട്ട് തീർക്കും, പിന്നത്തേതിൽ എൻ്റെ നന്മയ്ക്കായിട്ടത് മാറും.
ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നുള്ള അറിവ് എല്ലാ കാലത്തും ജീവിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾക്ക് തീർച്ചയായും ഉണ്ടായിരിക്കണം. ഇന്ന് സംഭവിക്കുന്നതെല്ലാം തിന്മയാണെന്ന് നമുക്ക് തോന്നിയേക്കാം. ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ ജോസഫ് പറഞ്ഞ ഒരു കാര്യമുണ്ട്. നിങ്ങൾ എനിക്ക് ദോഷം വിചാരിച്ചു, എന്നാൽ ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് നന്മയ്ക്കായിട്ട് അതിനെ തീർത്തു. ജോസഫിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം താൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ്. 17-ാമത്തെ വയസ്സു മുതൽ തൻ്റെ സഹോദരന്മാർ തന്നോട് പെരുമാറിയത്, തനിക്ക് ലഭിച്ചതായ അവഗണനകൾ, ഒറ്റപ്പെടലുകൾ, തന്നെക്കുറിച്ച് പറഞ്ഞു പരത്തിയ അപവാദങ്ങൾ, ഇതൊന്നും ഒരിക്കലും ജോസഫ് തൻ്റെ ജീവിതത്തിൽ ആഗ്രഹിച്ച കാര്യങ്ങളെയല്ല. എന്നാൽ തൻ്റെ ജീവിതത്തിൽ, ദൈവാത്മാവുള്ള ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിച്ച സകലതും നന്മയ്ക്കായി ദൈവം തീർത്തു എന്നുള്ളത് ഏത് ഭക്തൻ്റെയും ഹൃദയത്തെ പ്രസാദിപ്പിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന, ഉണർത്തുന്ന ഒരു ചിന്തയാണ്. അതുകൊണ്ട് ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. ഉറപ്പോടെ, ധൈര്യത്തോടെ മുന്നോട്ട് പോകാം. തളർന്നു പോകാതെ ദൈവകരങ്ങളിൽ നമ്മളെ സമർപ്പിച്ചു കൊടുക്കണം. കർത്താവേ, അവിടുത്തെ വചനങ്ങൾ ഞങ്ങൾ സ്വീകരിച്ച് അനുഗ്രഹിക്കപ്പെടുവാൻ കൃപ നൽകണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ആമേൻ. യേശുവേ പോലെയാകുവാൻ, യേശുവിൻ വാക്കു കാക്കുവാൻ, യേശുവേ നോക്കി ജീവിപ്പാൻ, ഇവയെ കാക്ഷിക്കുന്നു ഞാൻ. യേശുവേ നോക്കി ജീവിപ്പാൻ, ഇവയെ